ശരി മോളെ എന്നാ. അമ്മക്ക് എന്ത് പറ്റി? പണിയെടുത്ത് അമ്മക്ക് വയ്യാതെയായി, ശ്വാസം മുട്ടുന്നു. ഇനി അമ്മ ചിലപ്പോ ഉണ്ടാവുമെന്ന് നീ വിചാരിക്കണ്ട. നീയാണ് ഇനി പണിയെടുക്കേണ്ടത്. ഞാൻ കണ്ണടക്കുന്ന മുമ്പേ എന്റെ മറ്റേ മോളും കൂടി എനിക്ക് കണ്ടാൽ മതിയാണ്. അമ്മ 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 കണ്ണടക്കല്ല അമ്മ, പ്ലീസ് അമ്മ. മോളെ അംഗനവാടിയിൽ ആ മോളെയും കൂടി വേഗം വിളിച്ചിട്ട് വാ. ശരി അമ്മ. അവൾ മറ്റേ അനിയത്തിനെ വിളിക്കാൻ പോയപ്പോഴത്തേക്കും അമ്മ മരണപ്പെട്ടു. അമ്മ വന്നു. അയ്യോ അമ്മ. അപ്പോൾ കുട്ടികളെ, നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്താണ് മനസ്സിലായിട്ടുള്ളത്? അമ്മമാരെ ഇങ്ങനെ ചീത്ത പറയാനോ സംഘടിപ്പിക്കാനോ പാടില്ല എന്നാണ്. അപ്പോൾ ഈ ഒരു കുട്ടി ഇങ്ങനെ സംഘടിപ്പിച്ചത് കൊണ്ടാണ് ഈ ഒരു കുട്ടി ഇങ്ങനെ ഈ ഒരു അമ്മേന് ഈ ഒരു അവസ്ഥയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ആരും ഇങ്ങനെ അമ്മമാരെ വിളിക്കാതെ അമ്മമാരുടെ അടുത്ത് ഫ്രണ്ട്ലി ആയിക്കോട്ടെ. നിങ്ങൾ അമ്മമാരെ വഴക്ക് പറഞ്ഞാലും നിങ്ങൾ അതിന് കരഞ്ഞതിനൊരു കുഴപ്പമില്ല. അവർ തിരിച്ച് എന്താ പറയുക, വഴക്ക് പറയരുത് എന്നാണ്. അപ്പോൾ ഇതിൽ നിന്നും ഈ ഒരു സ്റ്റാച്ചു നമ്മളെ ഈ നാട്ടിലത്തെ ഏറ്റവും വലിയ സ്റ്റാച്ചുവായി ഇവിടെയാണ് പ്രതിഷ്ഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത് കണ്ടതിന് വളരെയധികം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്? കൂട്ടുകാരെ, നിങ്ങൾ പിന്നെ ഇവോസ് യൂട്യൂബ് ചാനൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ബൈ.